റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമാ താരങ്ങളുടെ സാക്ഷിമൊഴി റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. കൂറുമാറിയ പ്രമുഖ താരങ്ങളുടെ മൊഴികളാണ് പുറത്തുവിടുന്നത്. കോടതിയിൽ മൊഴി മാറ്റിയത് നടൻ സിദ്ദിഖ് ഉൾപ്പെടെ 21 സാക്ഷികളാണ്. ആ പേര് വിവരം ഞങ്ങളിതാ പുറത്തുവിടുന്നു. ബിന്ദു പണിക്കർ, ഭാമ, നാദിർ ഷാ, ഇടവേള ബാബു എന്നിവരും കൂറുമാറി. നടൻ സിദ്ദിഖും സംഘവും പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റിപ്പറഞ്ഞു. സിനിമാ താരങ്ങൾ മാറ്റിപ്പറഞ്ഞത് നിർണായകമായ മൊഴികളാണ്. സിദ്ദിഖ് ഉൾപ്പെടെ മൊഴി മാറ്റിയത് 8ാം പ്രതി ദിലീപിന് അനുകൂലമായാണെന്നതും വ്യക്തം. റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ആദ്യഘട്ടത്തിൽ പിടിച്ചുലച്ചതാണ് ഈ തങ്ങളുടെ സഹതാരം സഹപ്രവർത്തക ക്രൂരമായി രാജ്യത്താദ്യമായി ബലാത്സംഗ കൊട്ടേഷൻ ഇരയാകുമ്പോൾ ആ താരത്തിനോടൊപ്പം നിലയുറപ്പിക്കേണ്ട, ആ നടിയേക്കൊപ്പം നിലയുറപ്പിക്കേണ്ട സഹതാരങ്ങളാണ് ആ രീതിയിൽ മൊഴി മാറ്റി പറഞ്ഞത്. പോലീസിനൊരു മൊഴി, കോടതിയിലെത്തുമ്പോൾ മറ്റൊരു മൊഴി. ആരൊക്കെയാണ് ആ അർത്ഥത്തിൽ കൂടെ നിന്ന് ഒറ്റിയത്? റോഷിപാൽ. അരുൺകുമാർ, നമുക്കറിയാം 2017 ഫെബ്രുവരി 17 ഒരുപക്ഷെ കേരള മനസാക്ഷി മറക്കില്ല. അന്ന് കേരളത്തെ ഞെട്ടിച്ച, ഒരുപക്ഷെ രാജ്യത്തെ പോലും ഞെട്ടിച്ച ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം അത് നടക്കുന്നത്, ആ ഒരു ആക്രമണം നടക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ റോഡിൽ സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടി ആക്രമിക്കപ്പെടുന്നത്. ആ സംഭവത്തിന് ശേഷം പോലീസ് ജാഗ്രതയോടെ അന്വേഷണം ആരംഭിക്കുന്നു. വലിയ പോലീസ് സംഘം, അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അന്ന് ഈ താരസംഘടനയായ AMMA ഈ ആക്രമിക്കപ്പെട്ട ആ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അത് കേരള പൊതുസമൂഹം വിശ്വസിക്കുകയും ചെയ്തു. അന്ന് അതിന് നേതൃത്വം നൽകിയ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു അടക്കം പോലീസിൽ കൃത്യമായി അന്വേഷണത്തിന് ഉതകുന്ന വിവരങ്ങൾ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അവർ കേസ് കോടതിയിലെത്തുമ്പോൾ ചാർജ് ഷീറ്റ്, കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് അതിൻ്റെ വിചാരണ നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ ആരും അറിയാതെ വളരെ കൃത്യമായി കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിന് വേണ്ടി മൊഴി മാറ്റിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ മൊഴികൾ. നേരത്തെ പോലീസിന് നൽകിയ സാക്ഷി മൊഴികളുടെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് സിദ്ദിഖാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി, വഴിത്തിരിവാകുന്ന മൊഴി പോലീസിന് നൽകിയത്. അന്ന് സിദ്ദിഖ് നൽകിയ മൊഴി AMMയുടെ റിഹേഴ്സൽ ക്യാമ്പ്, AMMയുടെ താര സംഘടനയുടെ പരിപാടി കൊച്ചിയിൽ നടക്കുന്നതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചാണ് ഏറ്റവും വലിയ ഗൂഢാലോചന ഈ നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ കേസിൽ 8ാം പ്രതിയായ ദിലീപിന് ഈ നടിയോട് പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവത്തിന് സാക്ഷിയായിരുന്നു താനെന്ന് സിദ്ദിഖ് പോലീസിന് കൃത്യമായി മൊഴി നൽകി. അവിടെ ദിലീപിന് വൈരാഗ്യമുണ്ടെന്ന് ദിലീപ് തന്നോട് പറഞ്ഞു. നേരത്തെ മറ്റൊരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൻ്റെ കുടുംബ ബന്ധം തകർക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു. അതിന് കാരണക്കാരിയായത് ഈ ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് വിശ്വസിക്കുന്നു ദിലീപ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നടിയെ ഇപ്പോൾ തൻ്റെ മുന്നിൽ കിട്ടിയാൽ താൻ ആക്രമിക്കും, താൻ തല്ലുമെന്ന് ആ സമയത്ത് സിദ്ദിഖിനോട് ഈ 8ാം പ്രതിയായ ദിലീപ് പറഞ്ഞുവെന്നാണ് പോലീസിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു മൊഴി. പിന്നീട് ഈ കേസ് കോടതിയിലെത്തുന്നു, വിചാരണ നടക്കുന്നു, വിസ്താരം നടക്കുന്നു. ആ ഘട്ടത്തിൽ ഈ മൊഴികൾ മുഴുവൻ മാറ്റുന്നു. അതായത് കേസിലെ ഏറ്റവും നിർണായക മൊഴിയാണ്. കേസിലെ ഇൻറ്റൻഷൻ, ഇതിൽ കൃത്യമായ ഒരു ഉദ്ദേശം, ഈ നടിയെ ആക്രമിക്കാൻ കേസിലെ 8ാം പ്രതിയായ ദിലീപിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന, പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി നടൻ സിദ്ദിഖ്, AMMയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് മാറ്റി. മറ്റൊരാൾ ബിന്ദു പണിക്കറാണ്. ഇതേ സ്ഥലത്ത് തന്നെ നടന്ന ഈ ആശയവിനിമയം, ദിലീപിൻ്റെ ആശയവിനിമയം, കാവ്യ മാധവൻ്റെ സാന്നിധ്യം, അന്നുണ്ടായ സംഭവങ്ങൾ ഒന്നൊന്നായി പോലീസിന് മുമ്പിൽ ബിന്ദു പണിക്കറും വിശദീകരിച്ചു. അവിടെ ഈ കേസിൽ ആക്രമിക്കപ്പെട്ട നടിയുണ്ടായിരുന്നു, മറ്റൊരു സാക്ഷിയെ ഭാമയുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ദിലീപ് അസ്വസ്ഥനാകുന്നു, ദിലീപ് പൊട്ടിത്തെറിക്കുന്നു. ഈ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ വിദ്വേഷത്തോടെ അവിടെ ചില പരാമർശങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ സാക്ഷിയാണ്. മാത്രമല്ല, ആക്രമിക്കപ്പെട്ട നടിയുമായി ഈ വിഷയം, എന്തുകൊണ്ടാണ് തന്നോട് ദിലീപിന് ഇത്രയും വൈരാഗ്യമുള്ളതെന്ന് അടക്കം വളരെ വിശദമായി ബിന്ദു പണിക്കർ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ പോലീസിന് മുന്നിൽ വളരെ വിശദമായി വള്ളിപുള്ളി തെറ്റാതെ ബിന്ദു പണിക്കർ വിശദീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ പോലീസ് കുറ്റപത്രത്തിൽ ഈ 2 പേരുടെയും മൊഴി നൽകുന്നു. പക്ഷേ കോടതിയിലെത്തുമ്പോൾ സിദ്ദിഖിന് പിന്നാലെ ബിന്ദു പണിക്കർ, നടിയായ ബിന്ദു പണിക്കറും മൊഴി മാറ്റി. പിന്നെയുള്ളത് മൂന്നാമത്തേത് ഭാമ. ഈ കേസിൽ
പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏറ്റവും നിർണായകമായ മൊഴി നൽകിയ ആളാണ് നടി ഭാമ. ഭാമയ്ക്കും കൃത്യമായി അറിയാമായിരുന്നു ഈ സംഭവങ്ങൾ. ഇതും നടന്നത് ആ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഹോട്ടലിൽ നടന്ന റിഹേഴ്സൽ ക്യാമ്പായിരുന്നു. അവിടെയും ഈ ദിലീപിന്, ഈ കേസിൽ 8-ാം പ്രതി ദിലീപിന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി. നടൻ ദിലീപ് നേരിട്ട് വന്ന് ഈ ഭാമയോട് സംസാരിക്കുന്നു. ആ ഘട്ടത്തിൽ ഭാമയോട് ദിലീപ് പറയുന്നു, ഇവളെ ഞാൻ പച്ചക്ക് കത്തിക്കും, തൻ്റെ കുടുംബത്തെ തകർത്തവളാണിവൾ. എന്താണ് അതിന് തൊട്ടു മുമ്പ് ഈ ഭാമയുമായി ഈ കേസിലെ പ്രതിയായ ദിലീപ് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഭാമയും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. അത് കണ്ടാണ് ഈ നടനായ ദിലീപ് ഭാമയുടെ അരികിലേക്ക് എത്തുന്നത്. എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്നാണ് ആദ്യം ചോദിച്ചത്. ഒന്നും സംസാരിച്ചില്ലെന്ന് ഭാമ മറുപടി നൽകുന്നു. ഈ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്നായിരുന്നു ഭാമയുടെ മറുപടി. അപ്പോൾ തന്നെയാണ്, ഞാൻ അവളെ വെറുതെ വിടില്ല, തൻ്റെ കുടുംബം തകർത്തവളാണ് അവൾ, അതുകൊണ്ട് അവളെ ഞാൻ പച്ചക്ക് കത്തിക്കും. ഇതായിരുന്നു ഈ കേസിൽ 8-ാം പ്രതിയായ നടൻ ദിലീപ് ഭാമയോട് പറഞ്ഞത്. ആ ഭാമയും കോടതിയിലെത്തിയപ്പോൾ വളരെ കൃത്യമായി മൊഴി മാറ്റി. ഞാൻ പറഞ്ഞ 3 പേർ, ഇവരുടെ ഏറ്റവും നിർണായക മൊഴി. അതിനുശേഷമാണ് AMMയുടെ ജനറൽ സെക്രട്ടറിയായി ഇടവേള ബാബുവിനോട് കൃത്യമായി ആക്രമിക്കപ്പെട്ട നടി തന്നോട് ഈ ദിലീപിന് വൈരാഗ്യമുണ്ട്, തൻ്റെ പല സിനിമകളിലെയും റോളുകൾ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം ഈ പ്രൊഡ്യൂസർമാരോടും സംവിധായകരോടും അവിടെയുള്ള നായകന്മാരോടും ദിലീപ് ആവശ്യപ്പെടുന്നു എന്നത് ഈ ഇടവേള ബാബു എന്ന അന്നത്തെ ജനറൽ സെക്രട്ടറിയോട് ഈ ആക്രമിക്കപ്പെട്ട നടി പരാതിയായി പറയുന്നു. ആ പരാതിയിൽ ഇടപെട്ടില്ലെന്ന് മാത്രമല്ല, ഈ പരാതിയായി പറഞ്ഞ കാര്യം അത് പോലീസിനോട് കൃത്യമായി രേഖപ്പെടുന്നു. ഇതും ദിലീപിന് പൂർവ്വവൈരാഗ്യം ആക്രമിക്കപ്പെട്ട നടിയോട് ഉണ്ടെന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ്. ആ മൊഴിയും കോടതിയിലെത്തിയപ്പോൾ, പോലീസ് നൽകിയ മൊഴി കോടതിയിലെത്തിയപ്പോൾ കൃത്യമായി ഇടവേള ബാബു മാറ്റി. പിന്നീടുള്ളത് നാദിർഷയാണ്. നാദിർഷ നമുക്കറിയാം 8-ാം പ്രതിയായ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ അക്രമം നടന്നതിന് ശേഷം ജയിലിൽ നിന്നും പൾസർ സുനി എന്ന ഈ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി മൊബൈൽ ഫോണിൽ നാദിർഷയെ വിളിച്ചിരുന്നു. അതിന് പുറമെ കൂട്ടുപ്രതിയായിരുന്ന വിഷ്ണു, ഈ ജയിലിൽ കഴിഞ്ഞിരുന്ന വിഷ്ണു പുറത്തേക്കിറങ്ങിയപ്പോൾ വിഷ്ണു ജാമ്യത്തിലിറങ്ങിയ വിഷ്ണുവും നാദിർഷയെ വിളിച്ചു. അന്ന് പൾസർ സുനി വിളിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായം ഉറപ്പുവരുത്താനായിരുന്നു വിളിച്ച കാര്യം സ്ഥിരീകരിച്ചിരുന്നു. വിഷ്ണു വിളിച്ച കാര്യവും സ്ഥിരീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങളും പോലീസിന് മൊഴിയായി നൽകി. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഈ നാദിർഷ എന്ന സിനിമാ താരവും AMMയിലെ അംഗമായ നാദിർഷയും മൊഴി മാറ്റുന്നു. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒരു കൂട്ടം സിനിമാ താരങ്ങൾ അവർ മറൈൻ ഡ്രൈവിൽ ഒത്തുചേർന്ന് ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെ പോലീസിന് ഇവരൊക്കെ മൊഴി നൽകുന്നു. അന്വേഷണത്തിന് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ ഉതകുന്ന, പ്രതികളെ ഒന്നൊന്നായി പോലീസിന് പിടികൂടാൻ കഴിയുന്ന, പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന മൊഴി പോലീസിന് മുന്നിൽ നൽകുന്നു. തെളിവുകൾ കൈമാറുന്നു. പക്ഷേ കോടതിയിലെത്തുമ്പോൾ ഇവർ ഒന്നൊന്നായി മൊഴി മാറ്റുന്നു. കേസ് അന്വേഷണത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്നു. കേസ് കോടതിയിൽ പരാജയപ്പെടുമോ എന്ന ആശങ്ക പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വരുന്ന രീതിയിൽ, അന്വേഷണ സംഘത്തിൻ്റെ പ്രോസിക്യൂഷൻ്റെ മുഴുവൻ ആത്മവിശ്വാസവും തകർക്കുന്ന രീതിയിൽ മൊഴി മാറ്റിയവരാണ് ഞാൻ ഈ പറഞ്ഞ പ്രധാനികൾ. 21 സാക്ഷികളാണ് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേസിൽ വിചാരണ ഘട്ടത്തിൽ മൊഴി മാറ്റിയത്. അതിലേറ്റവും പ്രമുഖർ അവർ നൽകിയ മൊഴികളുടെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ പറഞ്ഞത്. ഒരു കേസ് നമുക്കറിയാം, നിയമവൃത്തങ്ങൾ കൃത്യമായി പറയുന്നു, അത് കോടതിയിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ കുറ്റകൃത്യങ്ങൾ, അക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ കോടതിയിൽ തെളിയിക്കാൻ ആ പ്രതികൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് തെളിയിക്കണം കോടതിയിൽ ആദ്യം. എങ്കിൽ മാത്രമേ ആ കേസ് നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ തെളിയിക്കാനുള്ള, അന്വേഷണ സംഘത്തിന് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികളും തെളിവുകളുമായിരുന്നു ഈ നടന്മാർ, നടിമാർ നൽകിയിരുന്നത്. പിന്നീട് അവരൊക്കെ മൊഴിമാറ്റുന്ന സാഹചര്യം. നേരത്തെ ഞാൻ സാഗർ എന്ന ഒരു ചെറുപ്പക്കാരൻ, ആലപ്പുഴ സ്വദേശിയായ സാഗർ ഈ പ്രതിയുമായി ഉള്ള ബന്ധം, അല്ലെങ്കിൽ പൾസർ സുനിയെ ഈ ലക്ഷ്യ എന്ന ഈ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യ മാധവൻ്റെ കടയിലേക്ക് ഈ അക്രമം നടന്നതിൻ്റെ തൊട്ടുപിറ്റേന്ന് ഒരു സഞ്ചിയുമായി എത്തിയ കാര്യം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അത് പിന്നീട് സ്വാധീനിച്ച് ആ മൊഴി കോടതിയിൽ മാറ്റിയതിൻ്റെ വാർത്ത ഞാൻ പുറത്തുവിട്ടു. അതിൻ്റെ തെളിവടക്കം, അതിൻ്റെ ശബ്ദ സംഭാഷണമടക്കം, അവർ താമസിച്ച ഹോട്ടൽ, ഏത് ഹോട്ടലിലാണ്, ആരൊക്കെ ചേർന്ന് ഈ വ്യക്തിയെ മൊഴി മാറ്റിച്ചു എന്നത് വാർത്ത പുറത്തുവിട്ടു. അതിന് പിന്നാലെ സാഗർ പോലീസിന് പരാതി നൽകി തന്നെ ഭീഷണിപ്പെടുത്തിയും തന്നെ സ്വാധീനിച്ചുമാണ് മൊഴി മാറ്റിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോടതിയിലെത്തി സാഗർ പഴയ മൊഴി, പോലീസ് നൽകിയ മൊഴി തന്നെ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ചിലരുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കണക്കില്ലാത്ത രീതിയിൽ
രീതിയിൽ പണം വന്നിരുന്നു ഈ ഘട്ടത്തിൽ മൊഴി മാറ്റുന്നതിന് തൊട്ടു മുമ്പ് എന്ന് മനസ്സിലാക്കി. അതിൽ ഒരു വ്യക്തി ഒരു അപകടത്തിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തൽക്കാലം അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടം വരെയുണ്ട്. ഏതായാലും വളരെ ദുരൂഹമായ ഇടപാടുകൾ ഈ മൊഴിമാറ്റിയവരും തമ്മിൽ നടന്നു. അവർക്ക് ദുരൂഹമായ രീതിയിൽ പണം വന്നു, സ്വാധീനിക്കപ്പെട്ടു എന്നടക്കം അന്വേഷണ നമ്മൾ ഈ വാർത്ത തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റോഷിപാൽ. ഏതെങ്കിലും തരത്തിൽ മൊഴി മാറ്റുന്നത് ഒരു കുറ്റകൃത്യമല്ല. മൊഴി മാറ്റുക എന്നുള്ളത് നിയമപരമായി അനുവദനീയമാണ്. പോലീസിന് കൊടുത്ത മൊഴി അതേപടിയിൽ കോടതിയിൽ ആവർത്തിക്കണമെന്നില്ല. പക്ഷേ ഇവർ മൊഴി മാറ്റിയത് ദുരൂഹമായ സാഹചര്യത്തിലായതുകൊണ്ടാണ് പോലീസിന് കൊടുത്ത മൊഴി അവർ എന്തുകൊണ്ടാണ് കോടതിയിൽ തിരുത്തി പറഞ്ഞത് എന്നതിൻ്റെ കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് പ്രേക്ഷകർ തീരുമാനിക്കുക, അതിവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് എന്തൊക്കെയാണ് ഈ താരങ്ങൾ തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടൊരു ദുരനുഭവത്തെ സംരക്ഷിച്ച ആ ദുരനുഭവത്തെ അടിസ്ഥാനത്തിൽ നീതി കൊടുക്കുന്നതിനു പകരം ആ താരത്തെ ചതിച്ചൊറ്റിയവരാണിവർ എന്നുള്ള ഒരു നിഗമനം പൊതുവെ പൊതുസമൂഹത്തിനുണ്ട്. ആ പൊതുസമൂഹത്തിനുള്ള നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഈ വെളിപ്പെടുത്തൽ കൂടി ശക്തിപ്പെട്ടേക്കാം. അതിന് നമ്മൾ ഉത്തരവാദികളല്ല. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസിന് മുൻപാകെ അവർ കൊടുക്കുന്നത് ഒരു മൊഴി, കോടതിയിലെത്തുമ്പോൾ ആ മൊഴി തിരുത്തി പറയുന്നു. അത് ആർക്കെതിരെയാണ്? തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചൊരു സഹപ്രവർത്തക, അതിൽ ഏറ്റവും അടുത്ത് സൗഹൃദമുണ്ടായിരുന്നവരടക്കമാണ് ഈ താരത്തിനൊരു അപകടമുണ്ടാകുമ്പോൾ ആ താരത്തിന് ഇത്രയും വലിയ ഒരു അനീതിയെ താരത്തിനെതിരെ ഒരു സഹപ്രവർത്തകൻ നടത്തുമ്പോൾ ആ അനീതിയുടെ പക്ഷം ചേർന്ന് നിന്നത് എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ മൊഴിമാറ്റി പറഞ്ഞവരാണ് മറൈൻ ഡ്രൈവിൽ ഒത്തുകൂടി നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഒരു വേള നിങ്ങൾ നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും, മറ്റൊരു വേള ഈ നടിയുടെ കേസ് പരാജയപ്പെടുത്താൻ കോടതിയിൽ മൊഴിമാറ്റി നൽകും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒരിക്കൽ കൂടി ആ മൊഴികൾ നമുക്ക് സ്ക്രീനിൽ കാണാം. എന്താണ് പോലീസിന് കൊടുത്ത മൊഴി, എന്താണ് കോടതിയിൽ അത് നിഷേധിച്ചത്, എന്തായിരിക്കും കാരണമെന്നുള്ളത് ഞങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു നൽകുന്നില്ല. അത് നിങ്ങൾ തീരുമാനിക്കൂ. ഈ മൊഴി മാറ്റാനുള്ള കാരണം ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി സംഭവിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ മൊഴി പറഞ്ഞിരിക്കുന്നത് ഈ AMMയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്നു. AMMയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ദിലീപ് സഹപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു പറയുന്നത്. വളരെ നിർണായകമായ മൊഴിയാണ്. അതായത് ആക്രമിക്കപ്പെട്ട നടിയോട് ഈ 8ാമത്തെ പ്രതിയായ ദിലീപിന് ഒരു മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കാനുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള മൊഴികൾ, ഏറ്റവും ശക്തമായ മൊഴികൾ. അതിൽ നോക്കൂ, ഭാമയുടെ മൊഴി ഏറ്റവും നിർണായകമായിരുന്നു. ഭാമ പോലീസിന് കൊടുത്ത മൊഴി എന്താ? പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് ഭാമ എന്ന സഹപ്രവർത്തക പറയുന്നത്. ഒടുവിൽ ഭാമ എന്താണ് കോടതിയിൽ പറഞ്ഞത്? കോടതിയിൽ അത് നിഷേധിച്ചു എന്നതാണ്. AMMയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപ് ഈ നടിയോട് മുൻവൈരാഗ്യം ഉണ്ടാവുന്ന തരത്തിൽ പ്രതികരിച്ചുവെന്ന് പറഞ്ഞതിൽ ഒരാളാരാണ്? ഇടവേള ബാബു. അയാൾ പിന്നീട് എന്താണ് ചെയ്തത്? കോടതിയിൽ അത് നിഷേധിച്ചു. അയാൾ ആരായിരുന്നു എന്ന് ആലോചിക്കണം. AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നയാളാണ്. എങ്ങനെയാണ് തങ്ങളുടെ സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ ഈ നടിക്കനുകൂലമായി നിലപാടെടുക്കാതെ വന്നത്? ആദ്യഘട്ടത്തിൽ നടിക്ക് അനുകൂലമായി നിലപാടെടുക്കുക, അതിനുശേഷം കോടതിയിലേക്ക് പോകുമ്പോൾ നിലപാട് മാറ്റി പറയുക. ഇതിനെയാണ് നമ്മൾ കൃത്യമായി മലയാളത്തിൽ പറയുന്നത് ഒറ്റ് എന്ന് പറയുന്നത്. ഇതാണ്. ഇതിന് ഏതെങ്കിലും തരത്തിൽ മൊഴികൾ മാറ്റി പറയുന്നത് ഒരു കുറ്റകൃത്യമായി നമ്മൾ കണക്കാക്കുന്നില്ല. അത് ആ സാഹചര്യത്തിൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയാൽ മാറ്റി പറയാറുണ്ട്. പക്ഷേ ഇവിടെ മാറ്റി പറയാനിടയായ സാഹചര്യം എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായിരിക്കാം ഈ പോലീസിന് കൊടുത്ത മൊഴി ഇവർ മാറ്റി പറഞ്ഞത്? എന്ത് സമ്മർദ്ദമാണ് ഇവർക്കുണ്ടായത്? പോലീസ് സമ്മർദ്ദിച്ചോ? ഏതെങ്കിലും തരത്തിൽ 8ാം പ്രതിയെ കൊടുക്കാൻ വേണ്ടി പോലീസ് ഒരു കഥ ചമയ്ക്കുകയായിരുന്നുവെന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ? AMMയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നടന്നതായി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതെങ്ങനെ ഇവർക്ക് നിഷേധിക്കാൻ കഴിയും? ആ റോഷിപാൽ, ഇതാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം. പക്ഷേ കോടതിയിൽ ഇവരുടെ മൊഴിമാറ്റം കൊണ്ട് ഈ കേസ് ദുർബലമാകുമെന്ന് കരുതി ഇവർക്ക് തെറ്റി. പോലീസ് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് പോയി. ബാലചന്ദ്രൻ അടക്കമുള്ളവർ നമ്മുടെ മുന്നിലേക്ക് വന്ന തെളിവുകൾ ഹാജരാക്കി. സംഭാഷണങ്ങൾ നമ്മളുടെ വാർത്താ സംഘം തുടർച്ചയായി പുറത്തുവിട്ടു. അതുകൊണ്ട് മാത്രമാണ് ആ കേസിൽ അല്പം പ്രതീക്ഷ ബാക്കിയായത്, അല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഈ കാര്യത്തിൽ സംശയമില്ല. ഈ അന്വേഷണം പൂർത്തിയായി അതിൻ്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് കേസ് ദുർബലമായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ബാലേന്ദ്രകുമാർ എന്ന സംവിധായകൻ, ദിലീപിൻ്റെ മുൻ സുഹൃത്തു കൂടിയ ബാലേന്ദ്രകുമാർ, അയാളുടെ ജീവന് ഭീഷണിയുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളൊക്കെ തനിക്കറിയാം. അതുകൊണ്ട് തന്നെ അപായപ്പെടുത്തുമെന്ന ആശങ്കയോടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയുമായി സമീപിക്കുന്നത്. ആ പരാതിയിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ബാലേന്ദ്രകുമാറിൻ്റെ ആ ഒരു അനുഭവങ്ങൾ, ബാലേന്ദ്രകുമാറിന്
അറിയാവുന്ന അനുഭവങ്ങൾ റിപ്പോർട്ടറിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയുന്നു. 2017 ഡിസംബർ 25-നാണ് അങ്ങനെ സംസാരിച്ചത്. അത് പുറത്തു വന്നതോടെയാണ് പിന്നീട് ടേണിംഗ് പോയിന്റ് ആകുന്നത്. പിന്നീട് അന്വേഷണ സംഘം, പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചിരുന്ന സംഘം അത് വിപുലീകരിച്ചുകൊണ്ട് വലിയ സംഘം അത് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത്. ശബ്ദ സംഭാഷണങ്ങൾ വരുന്നു, ദൃശ്യങ്ങൾ വരുന്നു, ചിത്രങ്ങൾ വരുന്നു. അങ്ങനെ 8-ാം പ്രതി ഉൾപ്പെടെ ഈ കേസിലെ പ്രധാന പ്രതികൾക്കൊക്കെ കുരുക്ക് മുറുകുകയായിരുന്നു. ആ 2ാം ഘട്ട അന്വേഷണമാണ് നടിയാക്രമിച്ച കേസ് കൂടുതൽ ശക്തമായത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ പ്രതീക്ഷയേകുന്ന അന്വേഷണം. അത് ഈ ആക്രമിക്കപ്പെട്ട നടി അതിജീവിതയായി മാറുന്നത്, ആക്രമിക്കപ്പെട്ട നടി പുറത്തേക്കിറങ്ങുന്നത് 2ാമത്തെ അന്വേഷണമാണ്. റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമായപ്പോഴാണ് ഈ ആക്രമിക്കപ്പെട്ട നടി അവൾ ഇരുട്ടുമുറിയിൽ നിന്നും വെളിച്ചത്തേക്ക് നടന്നു വന്നത്. മാത്രമല്ല ഈ മെമ്മറി കാർഡ്